പോകണം. ഒരുപക്ഷേ ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കേരളത്തിന് കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വരുന്ന 10-ാം തീയതിക്ക് മുൻപ് ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയുടെ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായേക്കാം. സുപ്രധാനമായ ഒരു അഴിച്ചുപണിയായിരിക്കും. ചില മന്ത്രിമാർ മാറിയേക്കാം. അങ്ങനെ വന്നാൽ കേരളത്തിന് ചില സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും 3 സീറ്റുകൾ കേരളത്തിൽ, നിയമസഭാ സീറ്റുകൾ കേരളത്തിൽ ജയിച്ചൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയേക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം വി മുരളീധരനെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിനിടയിൽ 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ ഇതിനകം തന്നെ BJP നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയൊരു പുനഃസംഘടന വരുമ്പോൾ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, കേരളത്തിന് സന്തോഷിക്കാവുന്ന ഒരു വിവരമാണ്. നമുക്കറിയാം നിരവധി പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, ഈ 3-ാം മോദി സർക്കാരിൻ്റെ 2ാം വാർഷികം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇനി വരാനിരിക്കുന്ന ദേശവ്യാപകമായുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ മോദി സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്നത് UP തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അതുപോലെ ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അതുപോലെ ഗോവ, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അതിൽ UP, ഉത്തരാഖണ്ഡ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. മറ്റൊന്ന് പ്രധാന സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള മാറ്റം വേണം എന്ന് ഒരു വശത്ത് ചർച്ചയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ വികസനം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രധാനമന്ത്രി ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതുപോലെ ഉപമുഖ്യമന്ത്രിമാരുമായ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അതിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ, അതുപോലെ ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രൊപ്പഗാൻഡ ഒരു വലിയ വിഷയമായി തന്നെ ഉയർത്തും. ആളുകൾക്ക് സർക്കാർ ഏത് തരത്തിലുള്ള ഒരു നേട്ടമാണ് നൽകിയത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്വം അവർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. ഒപ്പം ഈ വരാനിരിക്കുന്ന പഞ്ചാബ്, അതുപോലെ UP, അതുപോലെ ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു റീഷഫിളിംഗ് ആണ് ക്യാബിനറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അതിലാണ് കേരളത്തിന് എന്ത് കിട്ടും എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഒരുപക്ഷെ കേരളത്തെ കുറച്ചുകൂടി ഗൗരവമായി പരിഗണിക്കുന്ന ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടാനായി ചിലയിടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്നു. തിരുവല്ലയിലെ പോലുള്ള സ്ഥലങ്ങളിലെ പ്രകടനം അത് കൂടുതൽ ആളുകൾക്ക് കേന്ദ്ര അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് പാർട്ടിക്ക് കുറെ കൂടി ഒരു BJP ഫേസ് എന്ന നിലയിൽ നേതൃത്വത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ സാധ്യതകൾ ഒരു പ്രതീക്ഷയായി അവിടെ നിൽക്കുന്നത്. ഏതായാലും അത് ആർക്കാണ് നറുക്ക് വീഴുക എന്നതിനെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകും എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ വരുന്നത്. സാധാരണ ഇവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരുകൾ ആയിരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചൊരു അന്തിമ ധാരണ വരേണ്ടതുണ്ട്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള സ്ഥാനം പ്രതീക്ഷിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് ഇപ്പോൾ നൽകാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുക എന്ന നടപടിയിലേക്ക് നീങ്ങും എന്നാണ് കരുതേണ്ടത്. നേരത്തെ വി മുരളീധരൻ ഇതുപോലെ ദേശീയ തലത്തിൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയൊക്കെ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ആ നിലയിൽ ഒരു വലിയ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സംഘടനാ ചട്ടക്കൂടും ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിലൊക്കെയുള്ള അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ധാരണ ഈ സംഘടനയ്ക്കകത്ത് നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സൗത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഉയർത്താൻ അല്ലെങ്കിൽ ആ ഒരു മുഖമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ, ദേശീയ തലത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഒക്കെ ഉള്ളൊരു ശ്രമം നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ കുറേ കൂടി സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇനി വരാനിരിക്കുന്ന 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുമൊക്കെ ഉള്ള തയ്യാറെടുപ്പ് രീതിയാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. കേരളത്തിൽ പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയേക്കാം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.